എറണാകുളത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പ്രചാരണ രംഗത്ത് സജീവമാകുന്നു. വലിയ വിജയപ്രതീക്ഷയിലാണ് കെ.എസ്. രാധാകൃഷ്ണൻ. സ്ഥാനാർത്ഥിയുടെ പ്രതികരണങ്ങൾ നോക്കാം. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. എറണാകുളം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. എൽഡിഎഫും യുഡിഎഫും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കാത്തിരിപ്പുകൾക്കൊടുവിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ ചിത്രവും തെളിഞ്ഞിരിക്കുകയാണ്. ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനാണ് ബി.ജെ.പിയുടെ എറണാകുളത്തെ സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നതിനോടൊപ്പം എറണാകുളത്തെ പ്രതിനിധാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് സാറേ ആത്മവിശ്വാസത്തിന്റെ തോത്? ആത്മവിശ്വാസത്തിന് എന്നും ഒരിക്കലും ജീവിതത്തിൽ ഒരു കുറവില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല എന്നും ആത്മവിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഈ ആത്മവിശ്വാസം എത്രയുണ്ട് എന്നൊരു ചോദ്യം തന്നെ അപ്രസക്തമാണ്. കാലങ്ങളായിട്ട് യുഡിഎഫിന്റെ ഒപ്പം നിന്ന ഒരു മണ്ഡലമാണ്, ഒപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. ഒരു തവണയാണ് എൽ ഡി എഫ് എന്നുള്ള ഇതിൽ ജയിച്ചിട്ടുള്ളതും പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് ജയിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും സാറ് കഴിഞ്ഞ ടേമിൽ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ നല്ല വോട്ട് ഷെയർ ബി.ജെ.പിയുടെ അക്കൌണ്ടിലേക്ക് വരികയുണ്ടായി. വ്യക്തിബന്ധമായിരിക്കാം, പാർട്ടി ബന്ധമായിരിക്കാം, എന്തായാലും ആ ഒരു ആംബിയൻസ് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ എല്ലായിടത്തും വളരെ ശക്തമായ ഒരു തരംഗം ആഞ്ഞടിക്കുന്നുണ്ട്. അത് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന തരംഗമാണ്. എന്താണ് മോദി ഗ്യാരണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാജ്യത്ത് ഏറ്റവും സാധാരണക്കാരന്റെ ജീവിതത്തിനും സുരക്ഷ ഉറപ്പാക്കുന്ന വികസനമാണ് മോദി ഗ്യാരണ്ടി. ആ വികസന പ്രവർത്തനങ്ങളുടെ സ്വാധീനം ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളതുകൊണ്ടാണ് എല്ലാ പാർട്ടിക്കാരും തുറന്നു സമ്മതിക്കുന്ന കാര്യം ഇക്കുറി മോഡി തന്നെയാണ്. തർക്കം നിൽക്കുന്നത് എത്ര ഇതിലാണ്? 400 കഴിഞ്ഞു പോകുമോ 400-ലെത്തുമോ എന്നുള്ള കാര്യത്തിലാണ് തർക്കം. ഞങ്ങളുടെ ഉറച്ച ആത്മവിശ്വാസം ഞങ്ങൾ 400 കഴിഞ്ഞു പോകും എന്നാണ്. ഇനി നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. ഈ 400 കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പരമ്പരാഗതമായിട്ടുള്ള സംഗതി ഉണ്ടല്ലോ, ഈ പരമ്പരാഗതമായിട്ട് ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെയും മറ്റു പാർട്ടികളുടെയും നിയോജക മണ്ഡലങ്ങളാണ് മോദി ജയിച്ചത്. അത് നിങ്ങളെന്താ കാണാത്തത്? അപ്പൊ ഈ പരമ്പരാഗത മണ്ഡലം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഒരു നരേറ്റീവ് എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യവും ഞാൻ കൽപ്പിക്കുന്നില്ല. ഇതങ്ങനെ ഒരു പരമ്പരാഗത മണ്ഡലമല്ല. പിന്നെ ഈ എറണാകുളം പോലുള്ളൊരു നിയോജക മണ്ഡലത്തിൽ സംഭവിക്കേണ്ടതായ മാറ്റമുണ്ട്. ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു വരേണ്ട ഒരു നഗരമാണ് കൊച്ചി. ദൗർഭാഗ്യവശാൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു വരേണ്ട നഗരമായ കൊച്ചിയെ ആ റേഞ്ചിൽ വികസിപ്പിച്ച് എടുക്കുന്നതിന് വേണ്ടി നാളിതുവരെ ഇവിടുന്ന് ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീഭവിച്ചിട്ടുള്ള ഒരൊറ്റ എംപിയും പരിശ്രമിച്ചിട്ടില്ല. എൽഡിഎഫും യുഡിഎഫും ആദ്യം വടക്കോട്ട് വിശ്വാസം എന്നൊക്കെ ജയിച്ചിട്ടുണ്ട് ഇവിടുന്ന്. എനിക്ക് തോന്നുന്നത് 1967 തോന്നുന്നത്. കമ്മ്യൂണിസ്റ്റ് എം പി ഉണ്ടായിട്ടുണ്ട്, പിന്നീടും കമ്മ്യൂണിസ്റ്റ് എം പികൾ വന്നിട്ടുണ്ട്, കോൺഗ്രസ് എം പികൾ ഉണ്ടായിട്ടുണ്ട്, സ്വതന്ത്രന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവരാരും തന്നെ കൊച്ചിയെ ഒരു അന്താരാഷ്ട്ര നഗരമാക്കി ആസൂത്രിതമായി വികസിപ്പിച്ച് എടുക്കുന്നതിന് ആവശ്യമായ യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുത ഇവിടെ അവശേഷിച്ചിരിക്കുകയാണ്. അപ്പോൾ കൊച്ചി എന്നുള്ളൊരു നഗരത്തെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നഗരമാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ വികസനത്തിന്റെ കാര്യത്തിൽ ഭാവനാസമ്പന്നായിരിക്കുന്ന പ്രധാനമന്ത്രിയോട് യോജിച്ചു നിൽക്കുന്ന ഒരു സംവിധാനം കേരളത്തിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു യോദ്ധാവ് മാത്രമാണ്. അപ്പൊ സ്വാഭാവികമായും ഇവിടെ ഇക്കുറി ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ താമര ചിഹ്നത്തിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനാണ്. എനിക്കൊരു സബ് ക്വസ്റ്റ്യൻ ഉള്ളത്, 2020 മത്സരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് വിരുദ്ധരും CPM വിരുദ്ധരുമായിരിക്കും 2020ക്കും വോട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. ആ ഒരു സാഹചര്യം BJPക്കുമുണ്ട്. അതുകൊണ്ട് അതായത് 2020 സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത് കൊണ്ട് വോട്ട് ഷെയർ കുറയുമെന്നൊരു ആശങ്കയുണ്ടോ? ഒരിക്കലുമില്ല. 2020 മാത്രമല്ലോ, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ചിത്രം തെളിഞ്ഞു വരുമ്പോൾ എത്രയോ പേര് മത്സര രംഗത്തുണ്ടാകും. ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു ഭംഗിയല്ലേ അത്. അവർ മത്സരിക്കട്ടെ, അവരോട് മത്സരിക്കേണ്ടെന്നോ അവരോട് മത്സരിച്ചു കഴിഞ്ഞാൽ
ആരെങ്കിലും തോക്കുമെന്നോ ജയിക്കുമെന്നോ ഞങ്ങൾ കരുതുന്നേയില്ല. ഞങ്ങൾ ജയിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വേറൊരു കാര്യം കൂടി, ഹൈബിയുടെ ഇവിടുത്തെ സിറ്റിംഗ് എം പിയാണ്. കഴിഞ്ഞ ടൈമിൽ അത്യാവശ്യം മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. KJ ഷൈൻ ആണെങ്കിലും എറണാകുളം ജില്ല അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. സാറാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സാർ എറണാകുളം ജില്ലയല്ല, കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പം ഇതൊരു കടുത്ത മത്സരത്തിലേക്കാണോ എറണാകുളം ജില്ലയെ നയിക്കുന്നത്? ഇല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരം സ്വാഭാവികമല്ലേ. തെരഞ്ഞെടുപ്പിൽ മത്സരം ഉണ്ടാകണം, മത്സരിച്ചാണ് ജയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കടുത്തതാണോ അല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു കമന്റ് പറയുന്നില്ല. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഇതിനു മുൻപ് ഇവിടുത്തെ സിറ്റിംഗ് എം പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായി എന്ന് പറയുന്നു. ആ കോണ്ടെക്സ്റ്റ് ഇപ്പം ഇല്ല. അന്ന് എന്തായിരുന്നു കോണ്ടെക്സ്റ്റ്? കേരളത്തിൽ നിന്ന് ആദ്യമായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ന്യൂനപക്ഷ സമുദായ അംഗം കൂടിയായ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇവിടെ നിന്ന് മത്സരിച്ച് പ്രധാനമന്ത്രിയാകാൻ പോകുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള RSP ഉൾപ്പെടെയുള്ള വിവിധ കക്ഷികളിൽ നിന്ന് 8ഓളം വരുന്ന കേന്ദ്രമന്ത്രിമാരുണ്ടാകാൻ പോകുന്നു. അതിൽ 2 കേന്ദ്രമന്ത്രിമാര് മുസ്ലിം ലീഗിൽ നിന്നായിരിക്കും. 3ഓ 4ഓ പേര് ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും. ഇതായിരുന്നു പ്രചരണം. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ? ഓർക്കുന്നുണ്ട്. ആ കോണ്ടെക്സ്റ്റ് ഇപ്പൊ ഉണ്ടോ? രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാനായിട്ട് ഇവിടെ കേരളത്തിൽ വരേണ്ടി വന്നു. കേരളത്തിലാണെങ്കിൽ ഒരു ഗുണമുണ്ട്, മത്സരമില്ല. കാരണം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും കുത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഡോട്ട് ഇന്ത്യ, ആ ഡോട്ട് ഇന്ത്യ എന്ന് പറയുന്ന ആ സഖ്യത്തിൽ അംഗരാഷ്ട്രങ്ങളാണ്. അവരൊക്കെ സ്വതന്ത്ര രാജ്യങ്ങളായിട്ടാണല്ലോ പറയുന്നത്. കാരണം ഇന്ത്യയല്ല അവരുടെ രാജ്യം, മറ്റു പലതുമാണെന്നാണ് അവർ പറയുന്നത്. അവരൊക്കെ സാർവദേശീയവാദികളാണ്. കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അതിർത്തികളെല്ലാം തുറന്നിട്ടുകൊണ്ട് ഇവിടെ കടന്നുവരുന്ന ആരെയും ഇവിടെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ കാഴ്ചപ്പാടുള്ളവരാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം. ആ പാസ്പോർട്ടിൽ ആ രാജ്യത്തിന്റെ നാഷണാലിറ്റി രേഖപ്പെടുത്തണമെന്നുള്ളത് നിയമമായി ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ നിയമമൊന്നും അംഗീകരിക്കാത്തവരാണ് ഇവര്. അതുകൊണ്ടാണ് ഇവരെല്ലാം ഒരുമിച്ചല്ലേ. എവിടെയാണ് LDFും UDFും തമ്മിൽ അഭിപ്രായ വ്യത്യാസം? ഒരു പോയിന്റ് കാണിച്ചു തരൂ. എന്താണ് ഇവർ പറയുന്നത്? രാഹുൽ ഗാന്ധിയെ ഇവിടെ തോൽപ്പിക്കണം എന്ന് പറയുന്നു. എന്തിന്? രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണമെന്നാണ് CPIക്കാർ പറയുന്നത്. ഇതെന്തൊരു യുക്തിയാണ്? ഇതെന്തൊരു യുക്തിയാണ്? നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഇത്? എന്താ ചോദിക്കാത്തത്? ഇതെന്തൊരു യുക്തി? രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം. രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം എന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് രാഹുൽ ഗാന്ധിക്ക് വേണ്ട വോട്ടുണ്ടാക്കിയല്ലേ വേണ്ടത്. പക്ഷെ ഇവര് പറയണേ ഞങ്ങൾ ഇവിടെ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കും. എന്തിന്? ഡൽഹിയിൽ പോയിട്ട് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ. ഇങ്ങനത്തെ വിഡ്ഢിത്തങ്ങൾ പറയാൻ ഇവർക്കല്ലാതെ ലോകത്ത് വേറെ ആർക്കും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഈ 2 മുന്നണികളും ഒറ്റ മുന്നണിയായിട്ട് മത്സരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെയും അവർ അങ്ങനെ തന്നെ മത്സരിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ കൊല്ലത്തെ BJP സ്ഥാനാർത്ഥി